നമ്മുടെ ഇന്ത്യ, നമ്മുടെ യുവത, നമ്മുടെ കൊല്ലം എന്നതാണ് ഈ സായാഹ്നത്തിലുള്ള സംഭാഷണങ്ങൾക്ക് തലവാചകമായി ലഭിച്ചത്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അഭിമുഖീകരിക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് നമ്മളറിയുന്നത് പോലെ ഒരുമിച്ച് കുറച്ചു നേരം ഇവിടെ ചിലവഴിക്കുന്നത്. നമ്മുടെ ഇന്ത്യ എന്നതിൽ തുടങ്ങി നമ്മുടെ യുവതയിലെയും നമ്മുടെ കൊല്ലത്തിനെയും കുറിച്ചുള്ള കുറച്ചിത്തിരി കാര്യങ്ങൾ പറയാമെന്നും കടമ്മനിട്ട് എഴുതിയതുപോലെ ഒത്ത നടുവിൽ നിന്ന് ബാക്കി നിങ്ങൾ അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്നും വിശ്വസിക്കട്ടെ. തലവാചകങ്ങളിൽ ആദ്യത്തേതായി ശ്രദ്ധിച്ചത് നമ്മുടെ ഇന്ത്യ എന്നാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന ഇന്നുവരെ എന്തായാലും ഉണ്ട്. ഈ ഭരണഘടന നിർമ്മിക്കപ്പെട്ടപ്പോൾ ഭരണഘടനയ്ക്ക് ഒരു പ്രിയാമ്പിൾ, ഒരു ആമുഖവും സൃഷ്ടിക്കപ്പെട്ടു. ഭരണഘടനയുടെ ആമുഖം നമുക്കെല്ലാം ഇന്ന് പരിചിതമായതുപോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ നാം ഇന്ത്യയുടെ ജനങ്ങൾ എന്നാരംഭിക്കുന്ന പ്രിയാമ്പിളാണ്. ഭരണഘടനയുടെ പ്രിയാമ്പിളിൻ്റെ അംഗീകാരത്തിനു വേണ്ടി മേശപ്പുറത്ത് വെച്ച കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരനും പിന്നീട് ഹിന്ദുസഭകളുടെ നേതാവുമൊക്കെയായി മാറിയ, അല്ല അത് കാലാകാലങ്ങളായി അങ്ങനെയാണ്, ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരനായിരിക്കുക, പിന്നീട് ഹിന്ദുസഭകളുടെ നേതാവായി മാറുക എന്നത് ചരിത്രത്തിൻ്റെ ഒരു ഒഴുക്കാണല്ലോ. അപ്പോൾ അന്ന് ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അംഗമായ ഹരി വിഷ്ണു കാമത്ത് എഴുന്നേറ്റ് നിൽക്കുകയും ഒരു എതിരഭിപ്രായം ഉന്നയിക്കുകയും ചെയ്തു. അത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നാകരുത് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൻ്റെ ആദ്യ വാചകം. പകരം അദ്ദേഹം നിർദ്ദേശിച്ചത് ഇൻ ദ നെയിം ഓഫ് ദ ഗോഡ്, ദൈവത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് തുടങ്ങണം എന്നാണ്. ഇന്ത്യയിലെ അവസാനത്തെ നോവുന്ന മനുഷ്യനോടൊപ്പവും നിൽക്കുന്നതാകണം ജനാധിപത്യത്തിൻ്റെ അർത്ഥമെന്ന് വിശ്വസിച്ച ഡോക്ടർ BR അംബേദ്കർ അതിശക്തമായി അതിനെ എതിർക്കുകയും സ്വാഭാവികമായും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായതിനാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വോട്ടിട്ട് തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിലെ ആദ്യ വാചകം ദൈവനാമത്തിൽ എന്ന് വേണോ, നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് വേണോ എന്നുള്ള വോട്ടെടുപ്പ് നടന്നപ്പോൾ 30-ൽ പരം വോട്ടുകളെ 68 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി ദൈവത്തിനെ ജനങ്ങൾ പരാജയപ്പെടുത്തിയ ഭരണഘടനയാൽ എഴുതി ചേർക്കപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ പേരാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യ സ്വതന്ത്രമായത് ഒരു പാതിരാത്രിയിലാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. അഭിപ്രായ വ്യത്യാസം, നമ്മളെല്ലാം അഭിമാനത്തോടെ ആഘോഷത്തോടെ പറയുന്നത് പോലെ സ്വതന്ത്രമായി എന്ന പ്രയോഗമാണോ ശരി, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതുപോലെ അധികാര കൈമാറ്റം നടന്നു എന്ന പ്രയോഗമാണോ ശരി എന്ന കാര്യത്തിലൊക്കെയാണ് അഭിപ്രായ വ്യത്യാസം. എന്തായാലും 1947 ഓഗസ്റ്റ് 14 പാതിരാത്രി ഈ സോക്കോൾഡായ യൂണിയൻ ജാക്കിന് പകരം സ്വതന്ത്ര ഭാരതത്തിൻ്റെ പതാക ഉയർത്തപ്പെടുകയും ഭാരതം അധികാര കൈമാറ്റത്തിലൂടെ തദ്ദേശ ഭരണ അവകാശം ലഭിക്കുകയും ചെയ്ത രാത്രിയിൽ ആഘോഷങ്ങളുടെ കമ്പ തിമിർപ്പിൽ പിന്നീട് വന്ന നായക കുലപതികളൊക്കെ തന്നെ ഡൽഹിയിൽ, ചെങ്കോട്ടയിൽ ആഹ്ലാദാഘോഷങ്ങളിൽ പുളകിതരായപ്പോൾ ഒരു പാവം മനുഷ്യൻ അവിടെ നിന്നും വളരെ ദൂരെ കൽക്കത്തയിലെ നവഖലിയിൽ രാമന്റെയും റഹീമിന്റെയും പേരിൽ ഈ രാജ്യത്തിനേറ്റ മുറിവിന്റെ നീറ്റൽ മായ്ക്കുവാൻ വേദനയോടെ മുറിവുകളേറ്റ നിസ്വരായ മുസൽമാന്റെ ഭവനങ്ങളിൽ പോയി അവരുടെ ഹൃദയങ്ങളിൽ ശാന്തിയുടെ മരുന്ന് പുരട്ടുന്ന സമൂഹത്തിന്റെ ഡോക്ടറായി മാറി. ആ മനുഷ്യൻ ഈ രാജ്യത്തിനേറ്റ എല്ലാ മുറിവുകളും മാറ്റാൻ തനിക്കുള്ളതൊക്കെയും ഒടുവിൽ തന്നെയും കൊടുത്ത അർത്ഥനഗ്നനായ ആ സന്യാസി ഗാന്ധിജി കൽക്കത്തയിൽ നവഖലിയിൽ കുറെ നാളുകൾ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ
മതവൈരം കാരണമുള്ള മനുഷ്യവേദനകൾ പരിഹരിക്കുവാൻ, ശാന്തമാക്കുവാൻ യത്നിച്ചു, വിജയിച്ചു. ഉപവാസം അവസാനിപ്പിച്ച് മടങ്ങുന്നതിന് മുൻപ് ഗാന്ധിജി ഒരു കാര്യം ചെയ്തു. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് അറിയാതെ പോകുന്ന ചരിത്രം ഗാന്ധിജി ചെയ്ത ആ കാര്യമാണ്. അത് തൊട്ടടുത്ത ഇസ്ലാം ദേവാലയത്തിൽ മഗ്രിബിന് പോവുകയോ അല്ലെങ്കിൽ വരികയോ ചെയ്യുകയായിരുന്ന മനുഷ്യരോട്, മുസൽമാന്മാരോട്, അല്ലെങ്കിൽ ആ മുസൽമാന്മാരായ സഹോദരങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആ പ്രദേശത്തെ ഹിന്ദുക്കളും സിഖുകാരും അടങ്ങുന്ന കുടുംബങ്ങൾ, ആ പ്രദേശത്തെ ഹിന്ദു സിഖ് കുടുംബങ്ങൾ ഈ മുസൽമാന്മാരെ, നവഖലിയിലെ മുസൽമാന്മാരെ യാത്രയുടെ പകുതിയിൽ തടഞ്ഞു നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, ഏറെ തളർന്ന് യാത്ര ചെയ്ത് ആരാധനാലയത്തിലേക്ക് പോകുന്ന നിങ്ങൾ ഒരു നിമിഷം നിൽക്കണം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കൊണ്ടുവന്ന ഈ ഒരു കപ്പ് ചായ കുടിച്ചിട്ട് നിങ്ങൾ പോകണം എന്ന്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് അറിയാതെ പോയത്, ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം മുസൽമാനെ തടഞ്ഞു നിർത്തി ഹിന്ദുക്കളും സിഖുകാരും പകർന്നു കൊടുത്ത ചായയുണ്ടാക്കാൻ, ആ കപ്പ് ചായ സൃഷ്ടിക്കുവാൻ ഉപയോഗിച്ചിരുന്നത് തേയിലപ്പൊടിയായിരുന്നില്ല, മറിച്ച് ആ ചായപ്പൊടിയുടെ പേരാണ് ഇന്ത്യൻ മതേതരത്വം എന്നതാണ്. ആ ചായ കുടിച്ചു വളർന്നവരാണ് പുരോഗമന സ്വഭാവമുള്ള ഓരോ മനുഷ്യരും. ആ ചായയുടെ അർത്ഥമറിയാവുന്നത് കൊണ്ടാണ് സഖാവ് എന്നിവിടെ പരസ്പരം സംബോധന ചെയ്തത്. ഇതൊരു ചായയുടെ മത്സരം തന്നെയാണ്. മുസൽമാന് വഴിയിൽ തടഞ്ഞു നിർത്തി ഹിന്ദുക്കളും സിഖുകാരും ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം പകർന്നുകൊടുത്ത മതേതരത്വത്തിന്റെ പൊടി കൊണ്ടുണ്ടാക്കിയ ചായ കുടിക്കുന്ന സഖാവ് എം മുകേഷും, അതറിയാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി വർഗീയതയുടെ പൊട്ടിക്കൊണ്ട് കലക്കിയിടുന്ന ചായ കുടിച്ച എതിർ മത്സരാർത്ഥിയും തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ചായക്കോപ്പയ്ക്ക് ഇരുവശങ്ങളിലുള്ള, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ചായ കപ്പുകൾ തമ്മിലുള്ള ഒരു മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ നവഖലിയിൽ പോയിട്ട് ഗാന്ധിജി അവിടെ വെച്ച് തന്നെ പറഞ്ഞൊരു വാചകമുണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. ആഘോഷങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞ ഗാന്ധിജി പറഞ്ഞ മറുപടിയാണ്, സ്വാതന്ത്ര്യം എന്നതൊരു സത്യമാകുന്നത് അവസാനത്തെ മനുഷ്യൻ, വരിയിലെ അവസാനത്തെ മനുഷ്യന്റെ ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ഈ രാജ്യം സ്വതന്ത്രമാകുന്നത് എന്നാണ്. വരിയിൽ അവസാന മനുഷ്യന്റെ ആഗ്രഹം സാധിക്കുമ്പോൾ സ്വതന്ത്രമാകണം. 48 ജനുവരി 30 ഗാന്ധിജി മരിച്ചു. ഗാന്ധിജി ഇങ്ങനെ വീണ് മരിച്ചതോ പ്രായമായ രോഗം ബാധിച്ചു മരിച്ചതോ ഒന്നുമല്ലല്ലോ. ഗാന്ധിജി മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള 1948 മുതൽ 2014 വരെയുള്ള 66 വർഷക്കാലം ഈ രാജ്യം നിലനിന്നു എങ്കിൽ, 1948 മുതൽ 2014 വരെ മതേതര ജനാധിപത്യ രാജ്യമായി ഇന്ത്യ നിലനിന്നുവെങ്കിൽ, അതിന് ഈ രാജ്യത്തിൽ ജീവിച്ചവരും മരിച്ചവരും ഇന്ന് ജീവിക്കുന്നവരുമായ സർവ്വ മനുഷ്യരും കടപ്പെട്ടിരിക്കുന്നത് മറ്റൊരു പാവപ്പെട്ട മനുഷ്യനോടാണ്, രഘുനാഥ് നായിക് എന്ന മനുഷ്യനോട്. രഘുനാഥ് നായിക് എന്ന മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തിന്റെ മതേതരത്വം എത്രയോ ദശാബ്ദങ്ങൾക്ക് മുൻപേ അവസാനിച്ചു പോകുമായിരുന്നു. അയാൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, വലിയ തൊഴിലൊന്നുമില്ല. അയാളൊരു ചെറിയ തൊഴിൽ ചെയ്യുന്ന, വലിയ പാണ്ഡിത്യമോ വിജ്ഞാനമോ ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. അയാളുടെ പണിയായുധം ഒരു നീണ്ട തടിക്കഷ്ണവും, ആ തടിക്കഷ്ണത്തിൻ്റെ അറ്റത്ത് നമ്മൾ ഈ ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഫോർക്ക് പോലെ കുറെ മുൾമുനകൾ നീണ്ട ഒരു ആയുധമാണ്. ഈ തടി കൊണ്ടുണ്ടാക്കിയ ഈ പണിയായുധത്തിന്റെ പശ്ചാത്തലത്തിൽ, അതിൻ്റെ ശക്തിയിലാണ് ഈ രാജ്യം 6.5 പതിറ്റാണ്ട് അതിൻ്റെ ഉയിരിനെ, അതിൻ്റെ ഉണർവിനെ കടം കൊണ്ടത് തിരിച്ചറിഞ്ഞത്. ആ മനുഷ്യൻ ചെയ്തിരുന്ന തൊഴിൽ തോട്ടക്കാരൻ്റെ ജോലിയായിരുന്നു. ആരാണ് രഘുനാഥ് നായിക് എന്ന് ചോദിച്ചാൽ, ഗാന്ധിജി കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള 2014 വരെയുള്ള കാലത്ത് മതാന്ധമാകാതെ ഈ രാജ്യം നിലനിന്നതിന് പിന്നിലുള്ള കാരണക്കാരനായ രഘുനാഥ് നായിക് ആരാണ് എന്നാണ് നിങ്ങളിൽ ആർക്കെങ്കിലും സംശയം അവശേഷിക്കുന്നത് എങ്കിൽ, അയാൾ ഒരു പാവം തോട്ടക്കാരനായിരുന്നു. അയാൾ ഒരു പ്രാർത്ഥനാ മന്ദിരത്തിലെ തോട്ടക്കാരനായിരുന്നു.
1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ എന്ന വർഗീയ ഭ്രാന്തൻ നെഞ്ചിൽ വെടിയുതിർത്തപ്പോ മധുസൂദൻ സാർ എഴുതിയതുപോലെ നെഞ്ചിൽ വെടിയേൽക്കെ ആ വൃദ്ധഹൃദയം വാർത്ത രക്തസങ്കീർത്തനം അവിടെ മുഴങ്ങിയപ്പോ എല്ലിന്റെ ചിത്രങ്ങളും രക്തത്തിന്റെ തൂവലുകളുമായി അർത്ഥനഗ്നനായ മെലിഞ്ഞ ശരീരം അവസാന യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയപ്പോ അമ്പരന്നുപോയ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച നാഥുറാം വിനായക് ഗോഡ്സെയെ തൻ്റെ പണിയായുധമായ തോട്ടം നന്നാക്കാൻ ഉപയോഗിക്കുന്ന ആ ഉപകരണം കൊണ്ട് കഴുത്തിൽ കുത്തി തടഞ്ഞു നിർത്തി ഗോഡ്സെയെ പിടികൂടിയ രഘുനാഥ് നായിക് എന്ന തോട്ടക്കാരനില്ലായിരുന്നുവെങ്കിൽ തൊട്ടടുത്ത ദിവസം വേട്ടയാടപ്പെടുമായിരുന്നു ഗാന്ധി വധത്തിന്റെ പേരിൽ ഇന്ത്യയിലെ സർവ്വ മുസ്ലിം നാമധാരികളും എന്നത് തന്നെയാണ് ചരിത്രം കാത്തുവെച്ച 2014 വരെയെങ്കിലും ചരിത്രം കാത്തുവെച്ച ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പേര്. ഇന്ത്യ എന്ന രാജ്യത്തിന് വേറെയും പേരുകളുണ്ട്. വർത്തമാനകാലത്തിന്റെ ഭാരത ഭരണാധികാരികൾക്ക് അറിയാതെ പോകുന്ന കാര്യം എന്താണ് ഇന്ത്യ എന്നൊറ്റവാക്കിൽ ഒറ്റവാചകത്തിൽ ഉത്തരം പറയുവാൻ ആരാഞ്ഞാൽ ഒരുപക്ഷെ വ്യക്തിപരമായി എനിക്ക് പറയാൻ ഇഷ്ടപ്പെടുന്ന നിർവചനം പഞ്ചാബില് ഇന്ത്യയിലെ സിഖ് മതസ്ഥരുടെ ഏറ്റവും പ്രധാനമായ ആരാധനാലയത്തില്, ഇന്ത്യയിലെ അല്ല ലോകത്തിലെ ഏത് രാജ്യത്തെയും സിഖ് മതവിശ്വാസികളുടെ ഏറ്റവും പുണ്യപുരാതനമായ ആരാധനാലയം അമൃത്സറിലെ സുവർണ ക്ഷേത്രമാണ്, ഗോൾഡൻ ടെമ്പിൾ ആണ്. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഖൽസക്ക് വരുന്ന സിഖ് മതവിശ്വാസികളുടെ എണ്ണം വളരെ വലുതാണ്. അങ്ങനെ ഒരുപാട് ആചാരങ്ങളിൽ കൃത്യമായ നിഷ്ഠയുള്ള തങ്ങളുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന ലോകമെമ്പാടുമുള്ള സിഖ് മതസ്ഥരുടെ പവിത്ര തീർത്ഥാടന കേന്ദ്രമായ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത്, അതിനടിക്കല്ലിട്ടത് ഗുരു ഗോവിന്ദ് സിംഗോ ഗുരു അർജുൻ ദേവോ ഗുരു നാനാക്കോ ഒന്നുമായിരുന്നില്ല, മറിച്ച് ബാബ മീർ മുഹമ്മദ് സാഹിബ് എന്ന ഇസ്ലാം സൂഫി സന്യാസിയാണ് എന്ന വാചകത്തിന്റെ പേരാണ് ഇപ്പറയുന്ന ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം. അറിയാതെ പോകുന്നത് ഇന്ത്യ എന്താണെന്ന് ഭരണാധികാരി അറിയാതെ പോകുന്നത് മറ്റു ചില കാര്യങ്ങളിലും കൂടി തന്നെ. ആ മറ്റു ചില കാര്യങ്ങളിൽ ഒന്ന്, അതും ഒരു പഴയ കഥയാണ്. 1919 ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നു കഴിഞ്ഞപ്പോൾ വലിയ വിശാലമായ മൈതാനത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായ നിരായുധരായ മനുഷ്യരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നപ്പോൾ തുറന്നിട്ടിരുന്ന ഏക കമാനത്തിൽ നിലയുറപ്പിച്ചിട്ട് യന്ത്രത്തോക്കുകൊണ്ട് അവരുടെ നേർക്ക് ജനറൽ ഡയർ എന്ന് പറയുന്ന സൈനിക ഉദ്യോഗസ്ഥൻ ഇങ്ങനെ തെരുതെരെ നിറയൊഴിച്ചപ്പോൾ ഒരുപാട് പേർ വെടിയേറ്റും പലരും കിണറുകളിലും വീണ് പിടഞ്ഞും മരിച്ചുപോയപ്പോ അച്ഛനമ്മമാരുടെ കൈകളിൽ നിന്ന് വിട്ടുപോയ വിരലുകൾ തേടി നടന്നുപോയ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിച്ചപ്പോ രാജ്യം വല്ലാതെ നൊന്ത് കരഞ്ഞപ്പോ പഞ്ചാബിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോയി ഒരു ചെറുപ്പക്കാരൻ, ഒരു കൗമാരക്കാരൻ. അവിടെ പോയി 10-20 വർഷം കഴിഞ്ഞ് അവസരം കിട്ടിയപ്പോ അക്കാലഘട്ടത്തിൽ പഞ്ചാബ് ജാലിയൻ വാലാബാഗ് ദുരന്തത്തിന്റെ കാലഘട്ടത്തിൽ ഹരിയാനയിലെ ഗവർണറായി ജോലി ചെയ്തിരുന്ന മൈക്കൽ ഒഡ്വയറിനെ ഇയാൾ വെടിവെച്ചു കൊന്നു. ഞാനൊക്കെ സ്കൂളിൽ LPSൽ പഠിക്കുമ്പോൾ ചില പുസ്തകങ്ങളിലൊക്കെ ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്നു എന്ന് തെറ്റായി പഠിച്ചിട്ടുണ്ട്. ജനറൽ ഡയർ പക്ഷേ പിന്നീട് വേറെ ഏതോ രോഗം ബാധിച്ച് മരിക്കുകയാണ് ചെയ്തത്. കൊന്നത് മൈക്കൽ ഒഡ്വയർ എന്ന ഹരിയാന ഗവർണറെയാണ്. വെടിവെച്ചു കൊന്ന ആളുടെ പിടികൂടി ബ്രിട്ടീഷ് കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഹാജരാക്കി അയാളെ വിചാരണയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ വിശദമായ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി മനസ്സിലാകുന്നു അയാൾ ഇന്ത്യയിൽ വെച്ച് അയാളുടെ പേര് ഉത്തം സിംഗ് എന്നായിരുന്നു. എന്നാൽ അയാൾ ഇന്ത്യ വിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ അയാളുടെ പേര് മാറ്റി. ഔദ്യോഗികമായി തന്നെ അയാൾ പേരൊന്നു മാറ്റി റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാക്കി മാറ്റി. ഒരുപാട് കാര്യങ്ങളിൽ വിശ്വനാഥനോ വിശ്വനായകനോ ഒക്കെയായി മാറിയ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് അറിയാൻ അറിയേണ്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ പോകുന്ന കഥ അതാണ്. ബ്രിട്ടീഷ് കോടതി ഉത്തം സിംഗിനോട് ചോദിച്ചു, നിങ്ങൾ ഇന്ത്യയിൽ വെച്ച് ഉത്തം സിംഗ് ആയിരുന്ന നിങ്ങൾ ഇംഗ്ലണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഔദ്യോഗികമായി നിങ്ങളുടെ പേരെന്തിനാ ഇങ്ങനെ മാറ്റിയത് എന്ന്. റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാക്കി മാറ്റിയത്. അയാൾ പറഞ്ഞ മറുപടി ഉണ്ട്, ഞാൻ എൻ്റെ വീട്ടുകാരുടെ നാട്ടുകാരുടെയൊക്കെ പ്രിയപ്പെട്ട കൗമാരക്കാരനായ ഉത്തം സിംഗ് എന്ന സിഖ് കുമാരനായിരുന്നു. പക്ഷെ ഞാൻ ഇവിടേക്ക് വന്നത് ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ തകർന്നുടഞ്ഞുപോയ എൻ്റെ രാജ്യം എന്ന് പറയുന്ന അതിൻ്റെ ആത്മാഭിമാനം എന്ന് പറയുന്ന കളിമൺ കുടത്തിനു വേണ്ടിയാണ്.
എൻ്റെ രാജ്യത്തിൻ്റെ ആത്മാവിനേറ്റ മുറിവിൻ്റെ നീറ്റൽ മായ്ക്കുവാനുള്ള എൻ്റെ നിയോഗം ഒരു ഇന്ത്യക്കാരൻ്റെ നിയോഗം ചെയ്യാനാണ് വന്നത്. അത് ചെയ്യുമ്പോൾ ഞാനൊരു ഇന്ത്യക്കാരനാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് ഉദ്ധം സിംഗ് എന്ന കേവലം സിഖുകാരനായാൽ ഞാനൊരു ഇന്ത്യനാകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളുടെ പ്രതീകമായി രാമും, ദേശീയ മുസ്ലിമിൻ്റെ വിശ്വാസ പ്രമാണങ്ങളുടെ പ്രതിനിധിയായി മുഹമ്മദും, സിഖ് ദേശീയതയുടെ പ്രതീകമായ സിംഗും, സർവോപരി സ്വതന്ത്രൻ എന്നർത്ഥം വരുന്ന ആസാദ് എന്ന വാക്കും ചേർത്ത് രാം മുഹമ്മദ് സിംഗ് ആസാദ് ആയാലേ ഞാനൊരു ഇന്ത്യക്കാരനാകൂ എന്ന് ശപഥം ചെയ്ത് കോടതിയിൽ അറിയിച്ച ഉദ്ധം സിംഗ് ജാതി, മത, വർഗ, വർണ്ണ, കുലഗോത്ര, പണമണ നിറങ്ങളിൽ ഇല്ലാത്ത ഒരു രാജ്യമാണ് എൻ്റെ ഇന്ത്യ എന്ന് അടയാളപ്പെടുത്തിയ ഉദ്ധം സിംഗിന്റെ രാജ്യമാണ് ഇന്ത്യ. അതിനു മുൻപ് വിവേകാനന്ദന്റെ രാജ്യം. അമേരിക്കയിൽ പോയ വിവേകാനന്ദൻ പറഞ്ഞത്, ഐ ബിലോങ് ടു എ കൺട്രി വെയർ ഇൻക്ലൂസീവ്നെസ് ഈസ് ദ റിലിജിയൻ ആൻഡ് ഫയർ ഈസ് ഇറ്റ്സ് സിനോണിം എന്നാണ്. അഗ്നിക്ക് തുല്യമായ ഒന്നാണ്. അല്ലാതെ തണുത്തുറഞ്ഞു പോകുന്ന രാത്രികളിൽ ഒരു ക്യാമ്പ് ഫയറായി ചൂട് അഗ്നികുണ്ഠമായി മാറുമ്പോൾ ജാതി, മത, കുലഗോത്ര, വർഗ, വർണ്ണ, പണ, മണ, നിറ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരേ മനസ്സോടെ ചുറ്റുമിരുന്ന് ചൂടുകായാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ആതിഥേയനായ സമഭാവിയായ അഗ്നിയെപ്പോലെയാണ് എൻ്റെ രാജ്യം. ഒപ്പം ഇൻക്ലൂസീവ്നെസ്സിൻ്റെ രാജ്യമാണ്, ഉൾക്കൊള്ളലിൻ്റെ രാജ്യമാണ്. നിന്റെ മതം നോക്കി നിന്റെ പൗരത്വം നിർണയിക്കുന്നതല്ല എൻ്റെ ഇന്ത്യ എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ വിവേകാനന്ദന്റെ രാജ്യവുമാണ് ഇന്ത്യ. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മണിക്കൂറുകളോളം പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ചരിത്രം തന്നെ പുനർനിർമ്മിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ നമ്മൾ ജീവിക്കുമ്പോൾ ഇത് കടപ്പാക്കട ആണ്. എനിക്കൊക്കെ വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ ചെറിയ പ്രായം 19 വയസ്സൊക്കെ ആകുന്നു. അപ്പോൾ ഈ കടപ്പാക്കടയിൽ പ്രസംഗിച്ചു എന്നും പറയാം. നേരത്തെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും കടപ്പാക്കടയിൽ തിരഞ്ഞെടുപ്പിന് പ്രസംഗിച്ചു എന്ന് പറയാം. പക്ഷെ ഇങ്ങനെയൊക്കെ പോവുകയാണ് എങ്കിൽ നാളെ ഈ കടപ്പാക്കടയ്ക്ക് സുബ്രഹ്മണ്യ വട്ടം എന്ന് പേര് മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കടപ്പാക്കടയിൽ പോയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയാത്തത്ര അപകടം പിടിച്ച അവസ്ഥയിലേക്കാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്ത്യ. പക്ഷെ ഇതൊക്കെയാണ് ഇന്ത്യ എങ്കിൽ ദൗർഭാഗ്യകരമായി ഇതൊക്കെ ആയിരുന്നു ഇന്ത്യ എങ്കിൽ ഇന്നതല്ലല്ലോ. ഇന്ന് ഒരു മണി അരിക്ക് വകയില്ലാതെ സ്വന്തം അയൽക്കാരൻ്റെ ഹൃദയം കുത്തിപ്പിളർന്ന് തപ്പി നോക്കുവാൻ നിർബന്ധിതനായ വർത്തമാനകാല ഇന്ത്യക്കാരൻ്റെ കണ്ണീരും വിയർപ്പും നിറഞ്ഞ കറൻസി കടലാസുകൾ അപഹരിക്കുവാൻ ഇരു കൈയും നീട്ടി അദാനി അംബാനിമാരുടെ വരവേൽക്കുന്ന ഭരണവ്യവസ്ഥിതിയുടെ രാജ്യമാണ് ഇന്ന് ഇന്ത്യ. ജനങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷത്തിൽ ഭരണാധികാരികൾ വച്ചു നീട്ടുന്ന അപ്പക്കഷണങ്ങളുടെ പ്രലോഭനത്തിനോ അറസ്റ്റിന്റെ ഭീഷണിക്കോ മുന്നിൽ മുട്ടുകാലിൽ ഇഴഞ്ഞ് പാർട്ടി മാറി അഭയം തേടുന്ന വർത്തമാനകാലത്തിലെ പാവം പഴയ ഗാന്ധിയുടെ അനുയായികൾ, ആധുനിക കാലത്തിലെ അനുയായികളുടെ രാജ്യം കൂടിയാണ് ഇന്നത്തെ ഇന്ത്യ. അതിനെല്ലാം ഉപരി ഈ അശ്വമേധം എന്നൊക്കെ പറഞ്ഞപ്പോൾ രാജസ്ഥാനിലൊരു കർഷകൻ്റെ മകൻ മുസ്ലിമാണ്. അവന് ഈ നല്ല വിളവ് കിട്ടിയപ്പോൾ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അച്ഛനോട് പറഞ്ഞു, എനിക്കൊരു എന്താ വേണ്ടത്, വിളവ് കിട്ടിയ ഒറ്റ മോനെന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് കുതിരക്കുട്ടി വേണമെന്നാണ്. ഈ കുതിര എന്ന് പറയുമ്പോൾ നമുക്കൊരു വൈകാരികമായ അടുപ്പമുണ്ടല്ലോ. ഒരു കുതിര വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കൊച്ചു കുതിരയെ വാങ്ങിച്ചു കൊടുത്തു അച്ഛൻ. വൈകുന്നേരമായപ്പോൾ കുതിരയും കൊണ്ട് പോയതാവൻ. വൈകുന്നേരം നോക്കി കണ്ടില്ല, സന്ധ്യ കഴിഞ്ഞു, രാത്രി കഴിഞ്ഞു, കണ്ടില്ല. അടുത്ത ദിവസം പ്രഭാതത്തിൽ നാടും നാട്ടുകാരും അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോൾ തൊട്ടടുത്ത ഒരു ക്ഷേത്രപ്പറമ്പിനടുത്ത് കുതിരയെയും കുഞ്ഞിനെയും ഒരൊറ്റ തൃശൂലത്തിൽ കുത്തിയിറക്കി കൊന്നിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ചോദ്യം ഇതായിരുന്നു, രജപുത്രരായ ഞങ്ങൾക്കല്ലാതെ കുതിരപ്പുറത്ത് സഞ്ചരിക്കാൻ ഇവനാര് അനുവാദം കൊടുത്തു എന്നാണ്. ആഹാരം കഴിച്ചാൽ അടിമയെപ്പോലെ തച്ചുകൊല്ലുന്ന ആധുനിക ഇന്ത്യ. ഇഷ്ടമുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചാൽ നെഞ്ചിൽ വെടിയേറ്റു വീണ് മരിക്കേണ്ടി വരുന്ന ഗൗരിമാരുടെ ഇന്ത്യ. കറുത്ത ഇരുണ്ട കാലത്തിലേക്ക് സമൂഹത്തെ തള്ളിവിടുന്ന അന്ധവിശ്വാസങ്ങളെ നിയമപരമായി നിർമാർജനം ചെയ്ത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ടാൽ വഴിയരികിൽ വെടിയേറ്റ് വീഴേണ്ടി വരുന്ന പാവം നരേന്ദ്ര ദബോൽക്കർമാരുടെ ഇന്ത്യ. പണ്ട് ടാഗോർ എഴുതി, ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ ദൈവത്തെ കണ്ടില്ല, ഞാൻ പള്ളിയിലും മോസ്കിലുമൊക്കെ പോയി ദൈവത്തിനെ അന്വേഷിച്ച് കണ്ടില്ല.
ദൈവത്തെ കാണാനുള്ള വലിയ ആഗ്രഹവും കൊണ്ട് ഞാൻ പോയപ്പോൾ ഒടുവിൽ ഞാൻ ദൈവത്തിനെ കണ്ടു. ഞാൻ ദൈവത്തിനെ കണ്ടത് അവിടെയായിരുന്നു. കറുത്ത ശരീരം നിറയെ വിയർപ്പുമായി, മുകളിൽ അർത്ഥനഗ്നമായ ശരീരവുമായി, പാടശേഖരങ്ങളിൽ പിന്നീട് ഞങ്ങളുടെ തീന്മേശകളിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ള അന്നമുണ്ടാക്കുവാൻ വേണ്ടി പകലന്തിയോളം പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളുടെ വിയർപ്പിൽ തിളങ്ങുന്ന വെളിച്ചത്തിൽ ഞാൻ കണ്ടവന്റെ പേരാണ് ദൈവമെന്ന് എഴുതി ടാഗോർ. ടാഗോറിന്റെ പേര് ശാന്തിനികേതനിലും ഇല്ല, ഇപ്പൊ വിശ്വഭാരതിയിലും ഇല്ല. ശാന്തിനികേതനിൽ നിന്നും വിശ്വഭാരതിയിൽ നിന്നും ടാഗോറിന്റെ പേര് മാറ്റാൻ തീരുമാനിക്കുന്നു. കർഷകർ ദൈവമാണെന്ന് എഴുതിയ വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ദേശീയ ഗാനമുള്ള 52 സെക്കൻഡുകളിൽ ആ പാട്ട് മുഴങ്ങിക്കേൾക്കുമ്പോൾ സർവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആജ്ഞാപിച്ച ഭരണാധികാരിയുള്ള ആ രാജ്യത്തിൽ, അതേ രാജ്യത്തിൽ, രാജ്യ തലസ്ഥാനത്തിലും രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലും വഴിയിൽ വെടിയേറ്റും പട്ടിണി കിടന്നും മരിച്ചു പോകുന്ന പാവപ്പെട്ട കർഷകരുടെ നിലവിളികൾക്ക് മറുപടി പറയാൻ കഴിയാതെ തപ്പിതമായി പോകുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് വർത്തമാനകാല ഇന്ത്യ. അപ്പൊ എന്താണ് ഇന്ത്യ, എന്തായിരുന്നു ഇന്ത്യ എന്നതൊക്കെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെയാണ് ഇന്നത്തെ ഇന്ത്യ എങ്കിൽ UPSCയുടെ നിയമന നിരോധനം വന്നപ്പോൾ ക്രമസമാധാന നില പാലിക്കാൻ വീടുകളുടെ പടിക്കൽ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് അടിക്കും സൂക്ഷിക്കുക എന്ന് താക്കീത് വെക്കേണ്ടി വരുന്ന ഇന്നത്തെ ഇന്ത്യയിൽ മഹാമഴയ്ക്ക് മുമ്പ് എലികൾ എന്നതുപോലെ മുറിവുകൾ പൊത്തിപ്പിടിച്ച് തെരുവോരങ്ങളിൽ മനുഷ്യർ മരിച്ചു വീഴുന്ന ഇന്നത്തെ ഇന്ത്യയിൽ അഭയാർത്ഥികളുടെ ആൾക്കൂട്ടമായി മാറുന്ന വേദനിപ്പിക്കപ്പെടുന്നവരുടെ വലിയൊരു കടലാസിൽ എഴുതി ചേർത്ത പേരുകളുടെ സഞ്ചയമായി മാറുന്നതാണ് ഇന്ത്യയെങ്കിൽ നിങ്ങളെന്തിനാ ഈ വൈകുന്നേരത്ത് ഇവിടെ ദേശിങ്കനാട് വന്നതെന്ന് സംസാരിക്കുന്നത്? അതിനൊരു കാരണമേ ഉള്ളൂ. ഇവിടെ ഈ വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരുമൊക്കെ രോഗികളാണ്. ഇത്തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ M. മുകേഷ് വോട്ട് ചെയ്യുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിന് പിന്നിലുള്ള പ്രധാന കാരണം ഇവിടെ ഇരിക്കുന്ന സർവ്വ മനുഷ്യരും ഒരു കടുത്ത രോഗത്തിൻ്റെ അടിമകളാണ്. ആ കടുത്ത രോഗം ഇറിക്കവറബിൾ ഒപ്റ്റിമിസം എന്നതാണ്. കാക്കക്കാലിൻ്റെ തണൽ പോലും നഷ്ടമായി പോയ അഭിനവ ഭാരതത്തിൻ്റെ ആ സാഹചര്യത്തിലും നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത ശുഭാപ്തി വിശ്വാസത്തിൻ്റെ തരിമ്പ് നമ്മളിൽ സൂക്ഷിക്കുന്നു എന്ന രോഗത്തിൻ്റെ അടിമകളാണ് നമ്മൾ. കൊല്ലത്ത് പ്രത്യേകിച്ചും, കാരണം കൊല്ലത്ത്, തിരുവനന്തപുരത്താണ് പിന്നീട് ഏറെക്കാലം ഇന്ത്യവരത്തിൽ ഈ ബാബുവേട്ടൻ്റെയൊക്കെ വളരെ അടുത്ത ആളായിട്ട് ജീവിച്ചിരുന്നതാണെങ്കിലും കൊല്ലമത്താണല്ലോ ആ മനുഷ്യൻ ജനിച്ചത്. ഏത് മനുഷ്യൻ? നമുക്ക് പേടിയുണ്ടെന്ന് എഴുതിയ എന്തിനെയൊക്കെ? പൂവാങ്കുരുന്നിലരിക്കും പുഴുവിനെ, പ്രാവിൻ കുരുന്നിനെ റാഞ്ചും പരുന്തിനെ, കുഞ്ഞിൻ്റെ പൊക്കിളിൽ നോക്കി ഇരുന്നതിൻ കന്നിയിളം ചോരയുറ്റുന്നൊരോന്തിനെ, പോത്തിൻ പുറത്തു വന്നെത്തുന്ന രൂപത്തെ ഓർത്തു നടുങ്ങും കിടാങ്ങൾ നാം ഇപ്പോഴും, എങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ലിതുവരെ, കർക്കിടക കരിവാവിൽ തെളിവുറ്റ ചിങ്ങപ്പുലരിയെ നമ്മൾ കിനാവ് കാണുന്നു എന്നെഴുതിയ ONVയുടെ ജന്മമുള്ള കൊല്ലത്ത് നിന്നുകൊണ്ടാണല്ലോ ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മുടെ ശുഭാപ്തി വിശ്വാസത്തിന് ഒരാഴമുണ്ട്, ഒരു കാരണമുണ്ട്, ഒരർത്ഥവും ഉണ്ട്, അടിസ്ഥാനവും ഉണ്ട്. ആ അടിസ്ഥാനമാണ് പലരെയും വല്ലാതെ കണ്ട് ഭയപ്പെടുത്തുന്നത്. ആ അർത്ഥമാണ് പലരെയും വല്ലാതെ വിറപ്പിക്കുന്നത്. ആ അടിസ്ഥാനം മറ്റൊന്നുമല്ല, ദളിതനോ മുസൽമാനോ ഒക്കെയായി ജനിച്ചതുകൊണ്ട് സ്വന്തം ഭർത്താവിൻ്റെ ശവശരീരം തലച്ചുമടായി ചാണകവറളികൾ നിറഞ്ഞ പഴയ ഗോതമ്പ് പാടങ്ങളിലൂടെ കിലോമീറ്ററുകൾ ചുമന്ന് മണിക്കൂറുകൾ നടക്കേണ്ടി വരുന്ന ഉത്തർപ്രദേശിലെ, ഗുജറാത്തിലെ, ഉത്തരേന്ത്യയിലെ വിധവകളുടെ നാടല്ല, മറിച്ച് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള 600 കിലോമീറ്റർ ദൂരം 6 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ പാതയോരത്ത് ജാതിയും മതവും രാഷ്ട്രീയവും ഇല്ലാതെ കൈകൾ കോർത്ത് വീഥി സുഗമമാക്കി കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തിയ ഈ ലോകത്തിലെ ഒരൊറ്റ നാടിൻ്റെ പേരാണ് കേരളം എന്നതുകൊണ്ടാണ് ആ അടിസ്ഥാനമുള്ളത്. ONV സാർ പറഞ്ഞതുപോലെ കർക്കിടക കരിവാവാകുന്ന വർത്തമാനകാല ഇന്ത്യയിലും തെളിവുറ്റ ഒരു ചിങ്ങപ്പുലരി ബാക്കിയാകുന്നുണ്ട് എങ്കിൽ അഭിമാനത്തോടെ അതികേരളമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. വിവിധങ്ങളായ കാരണങ്ങളാൽ പറയാൻ കഴിയും. തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ടല്ലോ, തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രചരണത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞു വലിയ വാർത്ത കോലാഹലം
എതിർപ്പ്. ആ കൂട്ടത്തിൽ ഒരു ചോദ്യമുണ്ട്, ക്യൂസുണ്ട്. തൊഴിലുറപ്പിന് പോകുന്ന തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനം ആദ്യത്തേതേത് ഇന്ത്യയിൽ എന്ന ചോദ്യത്തിനല്ല ഉത്തരം. ഇന്ത്യയിലെ ഏക സംസ്ഥാനത്തിന്റെ പേരേത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം കേരളം എന്നാണ്. ആ പ്രതീക്ഷയുടെ ത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നത്. ഈ പൗരത്വ ബില്ലൊക്കെ വരുമ്പോൾ ഒരു നിയമ രേഖയുണ്ട്. 1972 മുസ്ലിം ആരാധനാലയം ആക്രമിക്കുവാൻ സജ്ജരായി ഒരുങ്ങിക്കൂടി വന്ന സവർണ ഫാസിസ്റ്റ് വർഗീയവാദി ദേവാലയം തകർക്കുവാൻ വന്നപ്പോൾ അവരെ തടയുവാൻ, ആ ദേവാലയം സംരക്ഷിക്കുവാൻ വേണ്ടി അവിടെ നിന്ന് സ്വയം ജീവിതം ബലികൊടുത്ത അദ്ദേഹത്തോട് ഒരാളുണ്ടായി. പിന്നീട് വിധേയത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നപ്പോ തലശ്ശേരി കബന്ധങ്ങൾ കൊണ്ടും നിറയെ വർഗീയ സ്ഥാനമായി തലശ്ശേരി അന്തരീക്ഷം സമാധാനപൂർണമായി ഭദ്രമായി മാറാൻ കഴിഞ്ഞതിന് പിന്നിൽ പങ്കുവഹിച്ചവരെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആത്മകഥയില് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹവും സൂചിപ്പിച്ചു, തലശ്ശേരിയില് മതവൈരമില്ലാതെ മനുഷ്യമതമുണ്ടായി എങ്കിൽ അതിനു പിന്നിൽ അതിലൊരു പാവങ്ങളുടെ പടത്തലവനായ സഖാവ് AK ഇടതുപക്ഷ പ്രസ്ഥാനം കരുത്തുറ്റ നേതാവായ സഖാവ് CH കണാരനാണ് എങ്കിൽ ആ മൂന്നാമത്തെ ആൾ അന്ന് തലശ്ശേരി എന്നതുപോലെ ഇന്ന് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലും മതത്തിന്റെ പേരിൽ തീരത്തിലേക്ക് നിർത്തുവാൻ ഒരു കാരണവശാലും ഇല്ലെന്ന് മന്ത്രി സഖാവ് വിജയനാണ് എന്നതും പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മുടെ യുവത എന്നുള്ള വാക്ക് കണ്ടത്. നമ്മുടെ യുവത എന്നത് മാധ്യമങ്ങളിലൂടെ അറിയേണ്ടതാണ്. നമ്മുടെ യുവത വളരെ ചെറിയ കാര്യങ്ങളൊക്കെ വളരെ വലിയ വാർത്തകളായി, നെഗറ്റീവായ ചെറിയ കാര്യങ്ങൾ വലിയ വാർത്തകളായി മാറുമ്പോൾ വളരെ വലിയ വാർത്തകൾ പക്ഷേ ഒരു മാധ്യമങ്ങളിലും ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ളത് ഒരു പക്ഷേ വാർത്തകൾ തിരയുന്നവരുടെ വിഷമമായി എൻ്റെ സ്വകാര്യ വിഷമമാകാം. സ്കാൻഡിനേവിയൻ മാധ്യമത്തിൽ വന്ന വാർത്തയാണ്, പലയിടങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടത്. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല. അത് പക്ഷേ ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളതാണ് അതിനകത്ത് ഒരു വൈരുദ്ധ്യം. ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. സീ ദ സ്പിരിച്വാലിറ്റി ഓഫ് ദ യൂത്ത്ഡം എന്നാണ്. സ്പിരിറ്റ് ഓഫ് യൂത്ത്ഡം എന്നാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. ആധ്യാത്മികതയെക്കുറിച്ച് നിർവചിച്ചതാണ്. പൊതുവെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്ക് ആധ്യാത്മികത നിർവചിക്കേണ്ട രാജ്യമില്ല. കാരണം ആരാധനാലയങ്ങളുടെയും മതവിശ്വാസികളുടെയും എണ്ണം വളരെ വളരെ തുലവും കുറവായ രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. ഫിൻലൻഡിലൊക്കെ മതത്തിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രാജ്യത്തിൻ്റെ പേര് ഫിൻലൻഡ് എന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെ വ്യത്യസ്തമായ അഭിപ്രായമാകാം. പക്ഷേ ഈ വന്ന വാർത്ത സീ ദ സ്പിരിച്വാലിറ്റി ഓഫ് ദ യൂത്ത്ഡം എന്നാണ്. അതിന് താഴെ ഒരു സംഖ്യ, വലിയൊരു സംഖ്യയും എഴുതിയിരുന്നു. ആ വാർത്തക്കിൽ ടാബ്ലോയിഡിൽ വന്ന വാർത്ത ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ചായിരുന്നു. ഇന്ത്യ എന്ന രാജ്യത്തിൽ തെക്കു പടിഞ്ഞാറായി സൗത്ത് വെസ്റ്റ് ഓഫ് ഇന്ത്യ ഒരു സംസ്ഥാനമുണ്ട്. അതിൻ്റെ പേര് കേരളം എന്നാണ്. ആ കേരളത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥ പോലെ വന്നു. ആ കേരളത്തിൽ രോഗബാധ വല്ലാതെ കണ്ട് വർദ്ധിച്ചു. ആധിവ്യാധികളുടെയും ദുരിതങ്ങളുടെയും പെയ്ത്തൊഴിയാതെ കേരളത്തെ ഗ്രസിച്ച നാളുകളിൽ ആ നാട്ടിലെ കുറച്ചുപേർ യുവാക്കൾ ഒരുമിച്ച് കൂടി ആ നാടിൻ്റെ ജനങ്ങളുടെ നൊമ്പരത്തിൽ പങ്കാളികളായി പ്ലാസ്റ്റിക്, പാഴ്വസ്തു, ഇരുമ്പ്, പാട്ട, മാലിന്യങ്ങൾ ശേഖരിച്ച് 10,95,537 രൂപയുടെ കരുതൽ സമാഹരിച്ചിട്ട് അവർ ആ നാടിൻ്റെ ആ പ്രക്രിയയ്ക്ക് റീസൈക്കിൾ കേരള എന്ന് പേരിട്ടു. ആ യുവതയുടെ പേരും ആ ടാബ്ലോയിഡിലുണ്ട്. ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, DYFI എന്നോ മറ്റോ ആണെന്നൊരു വാർത്ത. നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലൊന്നും കണ്ടില്ല. നമ്മുടെ യുവത എന്ന വാക്കിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. നമ്മുടെ യുവതയ്ക്ക് അങ്ങനെ ആകാനേ കഴിയും. അങ്ങനെ അല്ലാതെ എങ്ങനെയാകാൻ കഴിയും? യുവതയെ കണ്ട് അമ്പരന്ന് പോയൊരു കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെ തലതൊട്ടപ്പന്മാരിൽ ഒരാളായിരുന്ന സഖാവ് BC ജോഷി. അദ്ദേഹം യുവത്വം എന്താ കണ്ട് അമ്പരന്ന് പോയി എന്നാണ്. ഐ വാസ് സ്പെൽ ബൗണ്ടഡ് ബൈ ദ മീനിങ് ഓഫ് യൂത്ത്ഡം എന്നാണ്. യുവത്വത്തിന്റെ അർത്ഥം കണ്ട് ഞാൻ വല്ലാതെ വിമർശനായി പോയി. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കേരളത്തിൽ വന്നു.
കേരളത്തിൽ വന്നൊരു ജയിലിൽ പോയപ്പോൾ അവിടെ 4 ചെറുപ്പക്കാരുണ്ട്. 4 ചെറുപ്പക്കാർ കോയിത്താറ്റിൽ ചിരികണ്ഠൻ, പൊടോര കുഞ്ഞമ്പു നായർ, മഠത്തിൽ അപ്പു, അബൂബക്കർ, 4 പേർ, കയ്യൂരിലെ 4 രക്തസാക്ഷികളായി മാറിയ സഖാക്കൾ, തൊട്ടടുത്ത ദിവസങ്ങളിൽ തൂക്കുക മരത്തിലേറേണ്ടിവർ. അവരെ കണ്ട് അനാഗത ശ്മശ്രുക്കളായ ചെറുപ്പക്കാരായ ആ 4 പേർ മരണത്തിൻ്റെ ഇരുട്ടിലേക്ക് ഇതാ മടങ്ങിപ്പോകുന്നുവെന്ന നൊമ്പരത്തോടുകൂടി അവരെ സന്ദർശിച്ച് മടങ്ങിപ്പോകാൻ നേരത്ത് സഖാവ് BC ജോഷി അവരുടെ കരം ഇങ്ങനെ അഴികൾക്കുള്ളിലൂടെ ഗ്രഹിച്ചിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉറ്റവരെ ഉടയവരെയൊക്കെ കാണും, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൂട്ടത്തിലൊരാൾ BC ജോഷിയോട് പറഞ്ഞത് ഇതാണ്, അങ്ങ് പോകുന്നത് നന്നായി, പോകുമ്പോൾ എൻ്റെ അനുജനെ കാണും, അവനിങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ, അവൻ അപരൻ്റെ നൊമ്പരത്തെക്കുറിച്ച് പഠിച്ചു വരുന്നില്ല വേണ്ട രീതിയിൽ, അങ്ങവനോട് പറയണം മറ്റുള്ളവർക്കു വേണ്ടി ജീവിക്കുന്നതെങ്ങനെ, മറ്റുള്ളവർക്കു വേണ്ടി മരിക്കുന്നതെങ്ങനെ എന്ന് പറയാനും മറ്റുള്ളവർക്കു വേണ്ടി 1000 തവണ മരിക്കാൻ അവനെ പ്രാപ്തനാക്കുകയും ചെയ്യണമെന്ന മറുപടിയാണ് സഖാവ് അബൂബക്കർ എന്ന് BC ജോഷിയോട് പറഞ്ഞത്. മറ്റുള്ളവർക്കു വേണ്ടി മരിക്കുന്നവരുടെ യുവത്വമുണ്ട്. ആ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുന്നവരുടെ യുവത്വത്തിൻ്റെ പേരായതുകൊണ്ടാണ് പരസ്പരം ഉള്ളിൽ യുവത്വം നിറച്ച് ഏതു പ്രായത്തിലുമുള്ളവർ നമ്മൾ പരസ്പരം സഖാവേ എന്ന് സംബോധന ചെയ്യുന്നത്. അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു, നിങ്ങൾ ഈ സഖാക്കൾക്ക് എന്താ നന്നായി അറിയാവുന്നത്? എൻ്റെ പൊട്ട ബുദ്ധിക്ക് ഈ ചോദിച്ച ആളിനോട് ഡയാലക്റ്റിക്കൽ മെറ്റീരിയലിസം പറയാനുള്ള കഴിവ് എനിക്കുമില്ല, കേട്ടാൽ അയാൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് സഖാവ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എളുപ്പത്തിൽ പറഞ്ഞു കൊടുത്തു, സഖാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചുംബിക്കുന്നവൻ എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ അയാൾക്ക് ഒരു ആക്ഷേപം, പരിഹാസം, അതെന്താ വ്യത്യാസം? ഞാൻ പറഞ്ഞതാണ്, എനിക്ക് വ്യക്തിപരമായി ശ്രീ M. മുകേഷിനെ എത്രയോ ദശാബ്ദങ്ങൾ, എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര പ്രതിഭയുടെ ആരാധകനാണെങ്കിൽ പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞ കാലം മുതൽ എത്രയോ ദശാബ്ദങ്ങളായി ഞങ്ങൾ സുഹൃത്തുക്കളാണ്, വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അശ്വമേധവും അദ്ദേഹത്തിൻ്റെ കോടീശ്വരനും ഒക്കെ ഏകദേശം സമാനമായ സമയത്താണ് ആരംഭിച്ചതും. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ ഞാൻ ഈ മുകേഷിനെ കുറിച്ച് പറയാറുണ്ട്. മുകേഷിൻ്റെ 2 കാര്യങ്ങളിൽ, ഒന്ന്, മുകേഷ് പലപ്പോഴും ഈ ചെറുവിരല, രണ്ടാമത് മുകേഷ് എപ്പോഴും ചുംബിക്കും. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് മുകേഷിനെ ഇഷ്ടവും. കൊല്ലത്തെ ദേശിംഗനാട്ടിലെ ജനങ്ങൾക്ക് മുകേഷ് പ്രിയപ്പെട്ടവനായി മാറുന്നതിന് പിന്നിലെ കാരണവും അത് തന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ടതും നിങ്ങൾ മറ്റുള്ളവരോട് പറയേണ്ടതും അതാണ്. മുകേഷ് എപ്പോഴും ചുംബിക്കുന്ന ആളാണ്. അതെന്താ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച കേവലാർത്ഥത്തിലുള്ള ഓസ്കുലേഷൻ അല്ലെങ്കിൽ കിസ്സിങ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ചുംബിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? ചുംബിക്കണമെങ്കിൽ എന്തുണ്ടെങ്കിലും ചുംബിക്കാൻ പറ്റുമോ നമുക്ക്? ചുണ്ടല്ല, ചുണ്ടുകൾ ഉണ്ടാകണം ചുംബിക്കാൻ. ചുണ്ടുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, ഞാനിപ്പോൾ രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചാൽ ചുംബനമൊന്നും നടക്കില്ലല്ലോ. ചുണ്ടുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുന്ന ആ നിമിഷത്തിൻ്റെ ഇന്ദ്രജാലം, ആ നിമിഷത്തിൻ്റെ തിളക്കം, ആ നിമിഷത്തിൻ്റെ ഇടിമിന്നലല്ലേ ചുംബനം. ഞാനിങ്ങനെ ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ നൊടി നേരവും എനിക്ക് ലഭിച്ച മഹാഭൂരിപക്ഷത്തിൻ്റെ സീറ്റുകളുടെ എണ്ണം കൊണ്ട് നേടിക്കിട്ടിയ അധികാരത്തിൻ്റെ പദവിയിലിരുന്നു കൊണ്ട് ഞാൻ എന്നിങ്ങനെ കൽപ്പിച്ചാൽ 1 അല്ല 10 അല്ല 1000 കോടി തവണ ഞാൻ എന്ന് കൽപ്പിക്കുമ്പോഴും ഈ ചുണ്ടുകൾ കൊണ്ട് കൂട്ടിമുട്ടില്ല. ഞാൻ എന്ന് പറയും തോറും ചുണ്ടുകൾ അകന്നു പോകുന്നു, ചുംബനം വിലക്കപ്പെടുന്നു. ജാതി മത വർഗങ്ങളുടെ പേരിൽ അപരത്വം കൽപ്പിച്ച് പൗരത്വം നിഷേധിച്ച് പടിക്ക് പുറത്താക്കി നീ എന്ന് വിളിക്കുമ്പോൾ ഈ അപരത്വത്തിൻ്റെ വിഷം കലർന്ന ഓരോ നീ വിളിയിലുമുണ്ടല്ലോ, ആ നീ വിളിയിലും ഈ ചുണ്ടുകൾ അകന്നു പോവുകയാണ്, ചുംബനം വിലക്കപ്പെടുകയാണ്. ചുംബനം സാധ്യമാകുന്നത്, ഒരു മനുഷ്യന് ചുംബിക്കാൻ കഴിയുന്നത്, ഒരു മലയാളിക്ക് ചുംബിക്കാൻ കഴിയുന്നത് ഞാൻ എന്ന കരുത്തിലോ നീ എന്ന അപരത്വത്തിലോ അല്ല എന്നറിയാവുന്നത് കൊണ്ട് ശ്രീ മുകേഷ് എപ്പോഴും ചുംബിക്കുന്ന ആളാ. കാരണം ഞാനെന്നും നീ എന്നും പറയുമ്പോഴല്ല ചുണ്ടുകൾ കൂട്ടിമുട്ടുന്നതെന്നും നമ്മൾ എന്ന വാക്ക് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ് ഈ ചുണ്ടുകൾ കൂട്ടിമുട്ടുന്നത് എന്നും അറിയാവുന്നവൻ്റെ പേരാണ് സഖാവ് എന്നത്. ഞാനും നീയുമല്ല, നമ്മളാണ് ശരി എന്ന് പറയുന്നതാണ് സഖാവ്. ഈ കൊല്ലമെന്നും ഉണ്ട്, നമ്മുടെ യുവത എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൊല്ലം എന്നും ഉണ്ടല്ലോ. കൊല്ലത്ത് നിന്ന് ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു മൈക്കിൻ്റെ പിറകിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കേരളം കണ്ട ഏറ്റവും മഹാനായ രാഷ്ട്രീയ വേണ്ട വിട്ടോളൂ, ആ പദവും വിട്ടു, സാംസ്കാരിക നവോത്ഥാന നായകനാരെന്ന് എന്നോട് ചോദിച്ചാൽ, നവോത്ഥാന നായകരുടെ എണ്ണം കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ നാട്. പക്ഷേ എല്ലാവരോടുമുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് പോട്ടെ. എൻ്റെ ഈ പൊട്ട ബുദ്ധി ഉണ്ടാകാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൾച്ചറൽ റിനൈസൻസ്, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സാംസ്കാരിക നവോത്ഥാന നായകൻ ഒരാളാണ്.
സത്യത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ കേരളത്തിൻ്റെ വൈജ്ഞാനിക, സാംസ്കാരിക, മാനവിക നവോത്ഥാനത്തിൻ്റെ നായകനായി മാറിയത് ഒരാളാണ്. എഴുത്തുകാർക്കൊക്കെ വലിയ റോളുണ്ട് നമ്മുടെ കേരളത്തിൽ. എഴുത്തുകാർക്ക്, ചിന്തകർക്ക്, നടന്മാർക്ക്, നടികൾക്ക് ഉണ്ട് പ്രാധാന്യം വളരെ വലുത് തന്നെ. പക്ഷേ എഴുത്തുകാരുടെ പ്രാധാന്യം അവരെഴുതിയ നോവൽ, അവരെഴുതിയ കവിത, ഇതൊക്കെ വായിക്കുന്നവരിലാണ്. കുറുപ്പ് സാറിൻ്റെ കവിത വായിച്ചവർക്ക് കുറുപ്പ് സാറിനോടുള്ള ആദരവ് ആകാശത്തോളം തന്നെയാണ്. MD-യുടെയും മുകുന്ദൻ്റെയും ദേവിൻ്റെയും പൊറ്റക്കാടിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ വായിച്ചവർക്ക്, കാമ്പിശ്ശേരിയെ, തിരുനെല്ലൂരിനെ ഒക്കെ വായിച്ചവർക്ക് വലിയ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അവരെല്ലാം നക്ഷത്ര ശോഭയുള്ളവരാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ പഴയ കാലത്ത് വായിക്കാൻ അറിയാത്ത മനുഷ്യർ, അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത, എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരരായ ഒരു വലിയ തലമുറ ഉണ്ടായിരുന്നല്ലോ പണ്ട് കാലങ്ങളിൽ. അന്നും ഈ നാട്ടിലെ, കേരളം എന്ന ഈ സംസ്ഥാനത്തിലെ പലയിടങ്ങളിലും അക്ഷരം വായിക്കാൻ അറിയാത്ത ആയിരക്കണക്കിന് ആളുകൾ, പക്ഷേ ഒരക്ഷരത്തെറ്റുമില്ലാതെ ഹോമറിനെ, ഷേക്സ്പിയറിനെ, വിമൽ മിത്രയെ, വയലാറിനെ, തിരുനെല്ലൂരിൻ്റെ കൊച്ചുറാണിയെയൊക്കെ ഉച്ചത്തിൽ പറഞ്ഞും പാടിയും നടന്നുവെങ്കിൽ അക്ഷരത്തിലൂടെ മാനവിക, സാംസ്കാരിക ബോധം അവരുടെ മനസ്സിൽ പടർത്തിവിട്ടത് ഇതുപോലെ ഒരു മൈക്കിന് മുന്നിൽ ഒരു ഒറ്റയാനായി നിന്ന ഒരു കൊല്ലംകാരനാ. സഖാവ് വി സാംബശിവൻ എന്ന കൊല്ലംകാരനാണ് കേരളത്തിലെ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ, സത്യത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലെ നായകൻ. അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥക്കാലത്ത് കാക്കിക്കുപ്പായമിട്ട മനുഷ്യർ ചേർന്ന് ശബ്ദിക്കുന്ന നാവുകൾ നിശ്ചലമാക്കിയപ്പോൾ എഴുത്തോ നിന്റെ കഴുത്തോ ഏറെക്കൂറേതിനോടെന്ന് M. ഗോവിന്ദൻ എഴുതേണ്ടി വന്ന കാലഘട്ടത്തില് സാക്ഷാൽ സഖാവ് EMS പറഞ്ഞു, എല്ലാവരെയും അവർ ജയിലറയ്ക്കുള്ളിലാക്കട്ടെ, നിലയ്ക്കാത്ത ശബ്ദത്തോടെ ഈ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾക്കു വേണ്ടി മനുഷ്യപക്ഷത്തിൽ സംസാരിക്കാൻ ഒരു നാവ് ബാക്കിയുണ്ടാകും. ആ നാവിൻ്റെ ഉടമയുടെ പേര് വി സാംബശിവൻ എന്ന. സാംബശിവനെയും പിന്നീട് അറസ്റ്റ് ചെയ്തു. കൊല്ലം എന്ന് പറഞ്ഞാലപ്പോൾ തൊഴിലാളികളുടെയും കായലിൻ്റെയും സാംബശിവൻ്റെയും കഥയുടെയും കലയുടെയും കശുവണ്ടിയുടെയും നാട് മാത്രമല്ല, അതിനുമപ്പുറം നാടകത്തിൻ്റെയും കൂടി നാടാണ്. മുകേഷ് നാടകക്കാരനാണ്. നാടകമെന്ന വാക്ക് ഏറ്റവും മനോഹരമായി നിർവചിക്കാൻ കഴിയുന്നത് നാടിൻ്റെ ആക്കം എന്ന് തന്നെയാണ്. നാടിൻ്റെ ആക്കം അറിയുന്നവനാണ് നാടകക്കാരനെങ്കിൽ ആ അർത്ഥത്തിൽ ശ്രീ M. മുകേഷ് പൂർണ്ണമായും ഒരു നാടകക്കാരൻ തന്നെ. ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ മുകേഷിൻ്റെ ഒരു കുറ്റം പറഞ്ഞല്ലോ, നമ്മളിവിടെ വന്നിട്ട് നല്ലത് മാത്രം പറഞ്ഞിട്ട് പോയാൽ പോരാ. ഞാൻ ഈ ശ്രീ മുകേഷിനോട് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മുകേഷിനെ കൂടെ ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ തംസപ്പൊക്കെ കാണിച്ച് നിൽക്കണ്ടേ, നിങ്ങൾ ഈ 5-ാമത്തെ ചെറിയ വിരലിനെ പോലെ. പിന്നീട് മനസ്സിലായി, ശരിയാണ്, മുകേഷ് ഈ ചെറിയ വിരല. ഒരുപാട് സ്ഥാനാർത്ഥികൾ ഇവിടെ ഉണ്ടല്ലോ, പക്ഷെ മുകേഷ് ഇതിലെ ചെറിയ വിരല. ലോകത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടി പറഞ്ഞോട്ടെ. ഇന്ത്യയെക്കുറിച്ചൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ലോകത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടി പറയട്ടെ. കഥയാ. ഈ ലോകത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് പഞ്ചതന്ത്രം കഥകളിലും തോറ്റോ ആണെന്ന് തോന്നുന്നു, അത് അതിന് മുമ്പുള്ള ഇതിലുമാണ്, കഥാസരിസാഗരമാണ്. ലോകത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് 5 പേർ തമ്മിലാണ് മത്സരം നടന്നതെന്നാണ് കഥ. തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ശരിയെ തിരഞ്ഞെടുക്കാനാണല്ലോ. മത്സരിക്കുന്നവരിലെ ഏറ്റവും വലിയ ശരിയേത്, ആ ശരി ജയിക്കണം എന്നുള്ളതാണ്. അങ്ങനെ 5 പേർ തമ്മിൽ വാശിയോടെ മത്സരിക്കുന്നു. പരസ്പരം പിണഞ്ഞ് മുറിവുകളേൽപ്പിച്ച് മത്സരിക്കുകയാണ്. മത്സരം രക്തരൂക്ഷിതമായപ്പോൾ ദൈവം വന്നു എന്നാണ് കഥ. ദൈവം എന്ന് പറഞ്ഞാൽ അത് പലതും ആകാം. കൃഷ്ണനാകാം, ക്രിസ്തുവാകാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാം, ബുദ്ധനാകാം, ജിനനാകാം, ശിഖനാകാം, സുരാഷ്ട്രനാകാം, പാഴ്സിയാകാം, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ചിലരൊക്കെ കരുതുന്ന പോലെ ഇതൊന്നുമല്ല. കരയുന്ന ഒരുവന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ഉയർത്തുന്ന മറ്റൊരു മനുഷ്യന്റെ തൂവിരൽ തുമ്പ്, നോവുന്നവന്റെ മുതുകത്തർപ്പിക്കുന്ന മറ്റൊരുവന്റെ കൈത്തലം, ആശുപത്രിയിലാകട്ടെ അനാഥാലയത്തിലാകട്ടെ വിശന്നിരിക്കുന്നവന്റെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു പൊതിച്ചോറ്, അതാണ് ദൈവം എന്നും ആകാം. എന്തായാലും അപ്പം ഏത് രൂപത്തിൽ ആർക്കും എന്തും വിശ്വാസങ്ങൾ വ്യത്യസ്തമാണല്ലോ. പക്ഷേ ഏത് രൂപത്തിലായാലും, ഇപ്പറഞ്ഞ രൂപത്തിലായാലും അപ്പറഞ്ഞ രൂപത്തിലായാലും അതൊരു നീതിബോധമുള്ള ശക്തിയാണ്. വ്യക്തിപരമായ ഒരു നീതിബോധമുള്ള ഒരു കരുത്ത് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പം അങ്ങനെ ഒരു ശക്തിയാണ് ജൂറിയായി വന്നത് ഈ മത്സരത്തിൽ ജൂറിയായി വന്നപ്പോൾ മത്സരിച്ച 5 പേർ ആരെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. മത്സരിച്ച 5 പേർ, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏറ്റവും വലിയ ശരിയാരെന്നറിയുവാൻ മത്സരിച്ച 5 പേർ ഈ 5 വിരലുകളാണ്. ഇവരിലാരാണ് കേമൻ എന്നാണല്ലോ മത്സരം. ദൈവം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തല്ലുകൂടണ്ട, നിങ്ങൾ ഓരോരുത്തരും മുന്നിലോട്ട് വന്ന് മൈക്കിൽ വന്ന് 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മേന്മ കേമത്തം പറഞ്ഞിട്ട് പോകുന്നായി. ആദ്യം വന്നത് പെരുവിരൽ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് എല്ലാ കാലവും വിജയിയും. വിജയത്തിൻ്റെ അടയാളം തംസപ്പ് എന്നെ ഉയർത്തിക്കാട്ടുമ്പോൾ
പണ്ടാരോ പറഞ്ഞു ഞാൻ 2-3 തവണ ജയിച്ചെന്നൊക്കെ ഇവിടെ ആരോ പറഞ്ഞ കാര്യമൊക്കെ വളരെ രസമൊക്കെ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് വിജയത്തിൻ്റെ പ്രതീകമേ ഞാൻ. മാത്രമല്ല ഞാൻ മനുഷ്യനെ തിരിച്ചറിയാൻ എന്നെ പതിപ്പിക്കും അടയാളം. എല്ലാ മനുഷ്യക്കിടാങ്ങളും പിറന്നു വീഴുമ്പോൾ എന്നെയാണ് ആസ്വദിക്കുന്നത്. ഞാൻ വിരലുണ്ട് ജീവിക്കുന്നവർ. ദൈവം പറഞ്ഞു കൊള്ളാം, അടുത്തയാൾ വരട്ടെ എന്നായി. രണ്ടാമത്തെ ചൂണ്ടുവിരൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ചൂണ്ടുന്ന വിരലാണ്, ദുരധികാരത്തിനെതിരെ ചൂണ്ടാൻ കഴിയും എനിക്ക്, മനുഷ്യർക്കെതിരെ ചൂണ്ടാൻ കഴിയും, എല്ലാത്തിനുപരി ലക്ഷ്യബോധത്തിൻ്റെ വിരലാണ്. വെടിവയ്ക്കാൻ, അമ്പയ്യാൻ, കാരം കളിക്കാൻ ഞാൻ വേണം. ആജ്ഞാപിക്കുന്ന വിരൽ ഞാനാണ്. എഴുന്നേക്കൂ അല്ല, അദ്ദേഹത്തോടല്ല, ഇരിക്കുക. ഞാൻ പറഞ്ഞത് എഴുന്നേക്കൂ, ഇരിക്കൂ എന്ന് ആജ്ഞാപിക്കുന്ന വിരൽ ഞാനാണ്. നിങ്ങളോട് പറഞ്ഞല്ല, സ്റ്റാൻഡപ്പ് എന്ന് ആജ്ഞാപിക്കുന്ന വിരൽ ഞാനല്ല. ഈ വിരലുകൊണ്ട് പറഞ്ഞ ആരെങ്കിലും കേൾക്കും. അപ്പോൾ ദൈവം പറഞ്ഞു കൊള്ളാം, അത് കൊള്ളാം, നന്നായി, അടുത്ത ആൾ വരട്ടെ എന്നായി. മൂന്നാമത്തെ ആൾ വന്നിട്ട് പറഞ്ഞു ചർച്ചയും തർക്കവും ഒന്നും വേണ്ട, കണ്ടാലേ അറിയില്ലേ 5 തലപ്പൊക്കം എനിക്ക്, നായകൻ ഞാനാണ്. മാത്രമല്ല നായകനായതുകൊണ്ട് തന്നെ 2 വശങ്ങളിലാണ് 2 സഹായികൾ, മധ്യത്തിൽ നിൽക്കുന്നവനാണല്ലോ നായകൻ. ദൈവം പറഞ്ഞു ശരി കൊള്ളാം, അടുത്ത ആൾ വരട്ടെ എന്നായി. നാലാമത്തെ വിരലിന് ചെറിയ നാണമുണ്ട്. നാണത്തോടെ വന്ന നാലാമത്തെ വിരൽ പറഞ്ഞു ദൈവമേ ഇവർ 3 പേര് പറഞ്ഞതൊക്കെ സമ്മതിക്കാം, പക്ഷേ ഇതൊക്കെ ശരിയാവണമെങ്കിൽ വിരലുണ്ടാവണമെങ്കിൽ കുട്ടികളുണ്ടാവണമെങ്കിൽ കെട്ടിയോളുണ്ടാവണ്ടേ, പ്രണയം ഉണ്ടാവണ്ടേ, വിവാഹം ഉണ്ടാവണ്ടേ, അപ്പോൾ ഒരു മോതിരം അണിയിക്കണ്ടേ, അതിന് ഞാൻ തന്നെ വേണം. ഐ ആം ദ മോസ്റ്റ് റൊമാൻറ്റിക് ഫിംഗർ, ഞാനാണ് പ്രണയത്തിൻ്റെ വിരലെന്നായി. ദൈവം പറഞ്ഞു അത് ശരിയാ. 5ാമത്തെ വിരലിനൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ മുകേഷിൻ്റെ പ്രശ്നം ഇതാ, ഇയാൾ 5ാമത്തെ വിരലിനെ പോലെയാണ്. എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. പുള്ളിയെ വ്യക്തിപരം അത്ര അടുപ്പമുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഈ 5ാമത്തെ വിരലെന്ന് ദൈവത്തിനോട് പോയി പറഞ്ഞു ദൈവമേ 1ാമത്തെ വിരൽ വിജയിയായിരിക്കാം, ശരി, 2ാമത്തെ വിരൽ ആജ്ഞാശക്തി ഉണ്ടായിരിക്കാം, 3ാമത്തെ വിരൽ നായകനായിരിക്കാം, 4ാമത്തെ വിരൽ പ്രണയമായിരിക്കാം. പക്ഷേ എൻ്റെ ചോദ്യം വേറെ ഒന്നാണ്. അപ്പോൾ ദൈവം ഇത്തിരി ദേഷ്യം വന്നെന്നാ, ഇനി എന്താണ് അതിൻ്റെ ചോദ്യം എന്ന് ചോദിച്ചു. ഇതൊക്കെ സമ്മതിച്ചെങ്കിൽ പിന്നെന്താ അതിൻ്റെ ചോദ്യം? അന്ന് 5ാമത്തെ വിരൽ, ചെറിയ വിരൽ പറഞ്ഞു വിജയിയാണെന്നുള്ള വിശ്വാസത്തിൽ ഈ 1ാമത്തെ വിരൽ ഗുരുതരമായ തെറ്റ് സൽക്കാരങ്ങളിൽ പെട്ടുപോകുമ്പോൾ, ആജ്ഞാശക്തിയുടെ അധീശത്വ ഭാവത്തിൽ ഈ 2ാം വിരൽ ഏകാധിപതിയായി മാറുമ്പോൾ, നായകത്വത്തിൻ്റെ മൂഢചിന്തയിൽ 3ാം വിരൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, പ്രണയചാപല്യങ്ങളിൽപ്പെട്ട് ഈ 4ാം വിരൽ തളർന്നു പോകുമ്പോൾ, അങ്ങിവരോടെല്ലാം ക്ഷമിക്കുന്നതും സഹിക്കുന്നതും ഇവർക്കൊക്കെ വേണ്ടി ഞാൻ 1ാമനായി ഇങ്ങനെ ഏറ്റവും മുന്നിൽ നിൽക്കുമ്പോഴല്ലേ എന്നാണ് 5ാമത്തെ വിരൽ ചോദിച്ചത്. ദൈവം വിധി എഴുതി 5ാമത്തെ വിരലാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടവൻ, സംശയമൊന്നുമില്ല, ശ്രേഷ്ഠനാണ്, 1ാം സ്ഥാനം അവന് തന്നെയാണ്. പക്ഷേ ഈ പുറത്തുള്ള ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് മുകേഷ് 5ാമത്തെ വിരലാണെന്ന് പറഞ്ഞതിനർത്ഥം അതുകൊണ്ട് ഇങ്ങനെ കൈകൂപ്പുന്ന വിനയം കൊണ്ടാണ്, തൊഴുകുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അതല്ല, അതൊക്കെ വേണം, വിനയവും ഗുരുത്വവും ഒക്കെ ഉള്ളിലുണ്ടാകുന്നത് നല്ലത് തന്നെ. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വേണ്ടുവോളം ഉണ്ട്. പക്ഷേ മുകേഷ് 5ാം വിരലായതോ, ഇടതുപക്ഷം 5ാം വിരലായതോ, 5ാം വിരലാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിലെ ശരിയായി പ്രഖ്യാപിക്കപ്പെട്ടതോ തൊഴുതപ്പം മുന്നിൽ നിന്ന കാരണം കൊണ്ടായിരുന്നില്ല. മറിച്ച് പിന്നിലാക്കപ്പെട്ട മറ്റു 4 പേർക്കു വേണ്ടി എല്ലാം ഏറ്റെടുത്ത് അവർക്കു വേണ്ടി അപരർക്കു വേണ്ടി മുന്നിൽ നിൽക്കുവാൻ കാണിച്ച ആർജവമുണ്ടല്ലോ, സമൂഹത്തിന്റെ ദൂരതീരത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന സഹജാതരായ മനുഷ്യർക്കു വേണ്ടി മുന്നിൽ നിന്ന് മരണം വരെ പൊരുതാൻ കാണിക്കുന്ന ആർജവത്തിന്റെ പേരാണ് ഇടതുപക്ഷം എന്ന വാക്ക്. ആർജവത്തിന്റെ പേരാണ് സഖാവ് എന്ന വാക്ക്. ആർജവത്തിന്റെ പ്രതിനിധിയാണ് സഖാവ് എം മുകേഷ്. ഞാൻ അവസാനിപ്പിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങൾ നമുക്കെന്ത് ചെയ്യാനുണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം ഒന്നേ ഉള്ളൂ. ഞാനൊരു ടാബ്ലോയിഡിൽ വന്ന ഡിവൈഎഫ്ഐയെ കുറിച്ച് വന്ന വാർത്ത അത് പറഞ്ഞു, ഇവിടെ ഒന്നിലും കണ്ടില്ല എന്ന് പറഞ്ഞു. ലോകത്തിൽ ഒരുപാട് മാധ്യമങ്ങളുണ്ട് സുഹൃത്തുക്കളെ. ആദ്യത്തെ ഡയൂറിന് മുതൽ അച്ചടിക്കുന്ന പ്രശസ്തമായ നിരവധി പത്രങ്ങൾ, ദേശാഭിമാനി അടക്കം, നിരവധി ചാനലുകൾ, ദൃശ്യമാധ്യമങ്ങൾ, കൈരളിയും എല്ലാ മാധ്യമങ്ങളും, നിരവധി സാമൂഹ്യ മാധ്യമങ്ങൾ, ഈ നവമാധ്യമങ്ങൾ, ഇതൊക്കെ ഗംഭീര മാധ്യമങ്ങൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ശ്രീ RS ബാബു, താങ്കൾ പണ്ട് ഒരുപാട് കാലം പ്രവർത്തിച്ചിരുന്ന ദേശാഭിമാനിയുടെ പ്രതിനിധിയായ താങ്കൾ എന്ന പത്രപ്രവർത്തകനെ സാക്ഷി നിർത്തിക്കൊണ്ട് ധിക്കാരമെന്ന് തോന്നിയാൽ പോലും ഞാൻ പറയട്ടെ, ഈ മാധ്യമങ്ങളെക്കാളൊക്കെ ആഴമുള്ള, ഇതിനേക്കാളൊക്കെ കൂടുതൽ സത്യസന്ധതയും കരുത്തും ശക്തിയും പ്രചരണ കരുത്തുമുള്ള മറ്റൊരു മാധ്യമമുണ്ട്. അത് സൃഷ്ടിക്കപ്പെടുന്ന ഈ മാധ്യമങ്ങളെക്കാളൊക്കെ കരുത്തുള്ള ആ മാധ്യമത്തിൻ്റെ പേര് മനുഷ്യൻ എന്ന് തന്നെയാണ്. ഇനി വരുന്ന ഓരോ നിമിഷവും
നമുക്ക് വേണ്ടി സംസാരിക്കാൻ മാധ്യമങ്ങളില്ല എങ്കിൽ നമ്മൾ സ്വയം ഇതാ മാധ്യമങ്ങളാകുന്നു എന്ന സ്വയം വെളിപ്പെടുത്തലിലൂടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള 50 പേരോട്, 10 പേരോട്, 5 പേരോട്, ഒരാളോട്, ഏറ്റവും കുറഞ്ഞ പക്ഷം കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തിൻ്റെ ഹൃദയത്തിനോടെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച്, ഗാന്ധിജിയെക്കുറിച്ച്, ആവശ്യകതയെക്കുറിച്ച്, ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, മുകേഷിനെക്കുറിച്ച് പറയുവാനുള്ള സ്വയം മാധ്യമങ്ങളായി നിങ്ങൾ ഓരോ മനുഷ്യരും മാറുക എന്നതിൽ കൂടുതലായി ഈ തെരഞ്ഞെടുപ്പിൽ ഇനി നമുക്കൊന്നും ചെയ്യാൻ അവശേഷിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതല്ലെങ്കിൽ അതാണ് സ്വയം മാധ്യമങ്ങളായി തൊട്ടടുത്ത നിമിഷം മുതൽ മാറുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന. നമ്മുടെ നാട് ഉണ്ടാകണം എങ്കിൽ, നമ്മുടെ മതേതരത്വവും ജനാധിപത്യവും നമ്മുടെ യുവത്വവും ബാക്കിയാകണമെങ്കിൽ ചെയ്യേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിന് ഏറ്റവും മികച്ച മാർഗം, ഏറ്റവും മികച്ച വഴി ഈ കാലഘട്ടങ്ങളിൽ ചിന്താപരമായ ദീർഘവീക്ഷണമാണ് എന്നുകൂടി സൂചിപ്പിക്കട്ടെ.